ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കണ്ടിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓണക്കാലം പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അത്തമായിരുന്നു, അതുകൊണ്ട് ഇന്നലെ തന്നെ ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഒരു കള സെറ്റ് ചെയ്യണം. കളന്ന് അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല, അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ മണ്ണെടുത്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം പണ്ടൊക്കെ എൻ്റെ അമ്മമ്മേൻ്റെ ഒക്കെ വീട്ടിലാണെങ്കിൽ തുളസി തറയിനോട് ചേർന്നിട്ട് തന്നെ അത്തപ്പൂക്കളം ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു തറയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തറയിലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊരു തറ കെട്ടാം, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കല്ലാണ്. കല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കല്ലാണ് കേട്ടോ. ഒരു ചെളിമണ്ണൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു തറ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളൊക്കെ ഇതിടുന്നതെന്നൊന്ന് പറയണം കേട്ടോ, പൂക്കളം ഇടുന്നത്. അപ്പോൾ എന്തായാലും 10 ദിവസം ഇടണം എന്ന് വിചാരിക്കുന്നു, ഇടാൻ പറ്റട്ടെ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അങ്ങനെ ഇന്ന പൂക്കളം ഇടണം, അത് ഓരോരുത്തർ പറയില്ല ഇന്നത് ഇടണം എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമുക്ക് എന്താണോ കയ്യിലുള്ള പൂവ് അത് വെച്ചിട്ടാണ് ഇട്ട് ഇടുന്നത്. എങ്ങനെയാണെന്നൊന്നുമില്ല, നമ്മൾ തോന്നുന്ന പോലെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞങ്ങൾ ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതൊന്ന് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഉറുമ്പുകൾ അവരെ പണിയും തുടങ്ങിയിട്ടുണ്ട്. അവരെ വക അവിടെ വന്നൊരു കുഴിയും കുഴിച്ച് അവർ സ്ഥലം വിട്ടു. പിന്നെ എന്തായാലും അതിനെന്തെങ്കിലും പണി വേണ്ടതെന്ന് വെച്ച് ഞാൻ വെറുതെ വിട്ടിട്ടൊന്നും പറഞ്ഞില്ല, ചെയ്തുമില്ല അതിനെ. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ആദ്യം തന്നെ നമ്മൾ തുമ്പപ്പൂവാണ് പറിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. തുമ്പപ്പൂ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ കയ്യിലുള്ള കുറച്ച് റോസപ്പൂവും തുളസിയും മുക്കുറ്റിയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ അത്തപ്പൂക്കൾ ഇട്ടോ, എന്താണ് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ.